Never say yes when you wish to say no. Never say yes when you wish to say no. Because yes and no are two small words or short words which need long thoughts. Yes and no are two small words or short words which need long thoughts. Never say no. So, never say yes, you want to say no. പലപ്പോഴും നോ പറയാൻ കഴിയാത്തതുകൊണ്ട് ജീവിതം കുട്ടിച്ചോറായ ഒരുപാട് പേർ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്. നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. ചില ബന്ധങ്ങളുടെ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് പലപ്പോഴും പലർക്കും അത് കഴിയാറില്ല. അതുമൂലം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ഇനി വേറൊരു വശം കൂടിയുണ്ട്. നെവർ സേ നോ വെൻ യു വിഷ് ടു സേ ഓർ വെൻ യു ഷുഡ് സേ യെസ്. യെസ് പറയേണ്ടടുത്ത് നോ പറയാനും പാടില്ല. അത് രണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നോയുടെ പവർ തന്നെ എടുക്കുക. നോ, ഐ തിങ്ക് നോ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വേർഡ്. വളരെ ശക്തമായൊരു വാക്കാണ് നോ. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രേരിതരാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ നമ്മൾ നോ പറയുക തന്നെ വേണം. നിർബന്ധിക്കുന്ന ആരായാൽ പോലും, ആര് തന്നെ ആയാലും, അപ്പോൾ നമ്മൾ നോ പറയുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അപ്പോൾ നമ്മളെ സമീപിക്കുന്ന വ്യക്തി, നമ്മളെ പ്രേരിപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തി ആര് തന്നെയായാലും, നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആളായാലും, എത്ര വലിയവനായാലും, എത്ര ശക്തനായാലും, നമ്മളപ്പോൾ നോ പറയുക തന്നെ വേണം. അങ്ങനെ ഒരിക്കൽ നോ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. മറിച്ച് യെസ്സാണ് പറയുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് തവണ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. യെസ് ആൻഡ് നോ ആർ ടു ഷോർട്ട് വേർഡ്സ് ഓർ സ്മോൾ വേർഡ്സ് വിച്ച് നീഡ് ലോങ് തോട്ട്സ്. ഒരുപാട് ആലോചിച്ചും മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട രണ്ട് പദങ്ങളാണ് യെസ്സും നോയും. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ യെസ് പറയാൻ നിർബന്ധിതരാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. I am speaking all these sort of things from the very part of my experience. I am speaking all these sort of things from the very part of my experience. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത്. നോ പറയേണ്ടപ്പോൾ നോ പറയുക തന്നെ വേണം. ഇനി മറിച്ച് ഇതിന് മറുവശമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ യെസ് പറയേണ്ട സമയത്ത് നമ്മൾ നോ പറയും. ഉദാഹരണത്തിന് നമ്മുടെ സഹായം അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ അതർഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അത്
അതിന് വഴങ്ങാൻ നമ്മൾ തയ്യാറാവണം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്വാർത്ഥ ചിന്ത കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചാടണ്ട, അല്ലെങ്കിൽ എന്തിനാ വെറുതെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ നോ പറയും. അതും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യെസ് പറയേണ്ട സമയത്ത് നോ പറയുന്നതും ശരിയല്ല. ഓർക്കുക, യെസ് ആൻഡ് നോ ആർ ടു സ്മോൾ or short words which need long thoughts. ഒരുപാട് ആലോചിച്ച് ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട രണ്ട് പദങ്ങളാണ് യെസ്സും നോയും. ആൻഡ് ഐ തിങ്ക് നോ ഈസ് ദി മോസ്റ്റ് പവർഫുൾ വേർഡ്. നോ പറയാൻ പഠിക്കുക, വേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക, വേണ്ടിടത്ത് യെസ് പറയാനും തയ്യാറാകുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.